ഹായ്, എല്ലാവർക്കും നമസ്കാരം. എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഒത്തിരി സ്നേഹിക്കണം എന്നുള്ളതാണല്ലേ. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല. ബിക്കോസ് റിലേഷൻഷിപ്പിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പല പാർട്ട്നേഴ്സിലേക്കും പോകാറുണ്ട്. അതായത് പാർട്ട്ണറോട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഒരുപാട് അഡിക്റ്റ് ആവുന്നത് നല്ലതല്ല, എന്നാൽ ചെറിയ രീതിയിൽ അഡിക്റ്റ് ആവുകയും വേണം. എങ്കിൽ മാത്രമാണ് മറ്റ് പല റിലേഷൻഷിപ്പിലേക്കും പോകുന്ന ആ ഒരു ചിന്താഗതിയൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവുള്ളൂ. എപ്പോഴും ഈ റിലേഷൻഷിപ്പ് വേണം, ഈ ഒരു പേഴ്സൺ വേണം എന്നൊരു ചിന്ത വരുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെ വേണം എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമുണ്ട്, എൻ്റെ പാർട്ട്ണറെ ഒന്ന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആക്കണം എന്നുള്ളതല്ല, എങ്കിലും എന്നോടുള്ള സ്നേഹം കുറച്ചുകൂടി ഒന്ന് കൂട്ടണം, ഇൻട്രസ്റ്റ് ഒന്ന് കൂട്ടണം, ചെറിയ രീതിയിൽ ഒരു അഡിക്ഷനൊക്കെ വരണം. അപ്പോൾ അതിനെന്താ ചെയ്യുക എന്നുള്ളത്, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളിത് മിസ്യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അതായത് എല്ലാം നല്ലതിന് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലതിന് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ നിങ്ങൾ തെറ്റായ രീതിയിലേക്കാണ് ചിന്തിക്കുന്നതും ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കർമ്മയുണ്ട്, നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ തെറ്റായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. അതായത് നിങ്ങളെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവരെ എന്നേക്കുമായിട്ട് നമ്മളിലേക്ക് തളച്ചിടുക എന്നുള്ളതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇഷ്ടം കൂട്ടുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മിസ്റ്ററി, അതായത് മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ചൊന്ന് മിസ്റ്റീരിയസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുമ്പോൾ അവിടെ നമ്മളെക്കുറിച്ച് അറിയാൻ പിന്നെ ആളുടെ മനസ്സിലൊന്നുമില്ല. സോ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനോ അറിയാനോ ഒന്നിനും. ബിക്കോസ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്തിന് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ ആ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അർത്ഥം. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമ്മളെ മിസ് ചെയ്യില്ല. കാരണം അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ സമയത്ത് ആൾ ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യായിരിക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആൾ നമ്മളെ മിസ് ചെയ്യില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ പേഴ്സൺ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ കുറച്ചുകൂടി ഒന്ന് ക്യൂരിയസ് ആവും. അതായത് എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് മെസ്സേജ് അയക്കും. അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ കുറേ ഇങ്ങനെ നമ്മളെ മിസ് ചെയ്യാൻ തുടങ്ങും. അതായത് അവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുത്തില്ല, അങ്ങനെയൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും അവർക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളത്. എപ്പോഴും അവൈലബിൾ ആകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവർ വിളിച്ചാൽ പോകണം, മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കണം, വിളിച്ചാൽ കോൾ എടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആ റിലേഷൻഷിപ്പിനോട് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അട്രാക്ഷനൊക്കെ ഉണ്ടാവുന്നൊരു ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ ഒത്തിരി അവൈലബിൾ ആകുമ്പോൾ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അതായത് ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പുതുക്കം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പുതുമ, അതിനോടുള്ള ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്കിലും അപ്പോഴും ഓവറായിട്ട് അവൈലബിൾ ആവാതിരിക്കുക. എന്നാലും ആ സമയത്ത് അവൈലബിൾ ആകുമ്പോൾ ഓക്കെ എന്ന് പറയാം. പക്ഷേ പിന്നീട് അങ്ങോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി വരുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും ചില റിലേഷൻഷിപ്പിലൊക്കെ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഓവർ അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ബോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടക്കുറവെന്ന് പറയുന്നത് കുറച്ചൊരു കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവൈലബിൾ ഒരുപാട് ആവാതിരിക്കുക എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ മാത്രം നമ്മൾ അവൈലബിൾ ആവുക. നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈം, അതുപോലെ ഇവർക്കും ടൈം കൊടുക്കുക. ഡെയിലി നിങ്ങൾ സംസാരിക്കണം. ഇപ്പോൾ കാണുകയാണെങ്കിൽ ഒക്കെ കാണില്ല, സംസാരിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഡെയിലി നമ്മൾ അവർക്ക് വേണ്ടി ടൈം കൊടുക്കണം. മീൻസ് നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം രണ്ടുപേർക്കും വേണ്ടി ഉണ്ടായിരിക്കണം. പക്ഷേ ഓവർ അവൈലബിൾ ആകുന്നത് കുറച്ച് നല്ലതല്ലാത്ത കാര്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോഴൊക്കെയാണ് ഈ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ അവരുടെ ഏറ്റവും വീക്ക് പോയിന്റ് അല്ലെങ്കിൽ വീക്ക് സൈഡ് നമ്മളെടുത്ത് അവർ കാണിക്കുകയാണ്, അല്ലെങ്കിൽ അത് പറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർ അത്രയും നമ്മളുമായിട്ട് കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. അതായത് അവർക്ക് നമ്മളുടെ അടുത്ത് ഇരിക്കാൻ അത്രയും ഓക്കെ ആണ്, നമ്മളുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ആൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ അവരോട് ബിഹേവ് ചെയ്യുക. അവരുടെ ഏറ്റവും അവരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അത്രയും വീക്ക് ആകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ അവരെ ജഡ്ജ് ചെയ്ത്, അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്ത് ബിഹേവ് ചെയ്യുക. അതായത് ആളിങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ചിന്താഗതി, അതുമായിട്ടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവർ ആ ഒരു രീതിയിൽ അത്രയും ഓപ്പൺ ആവാൻ അവർക്ക് കഴിയണം. അങ്ങനെ വേണം നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനായിട്ട്. എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ഉണ്ടാക്കണം. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി കേട്ടിരുന്നാൽ തന്നെ
അതിന് അവർ തയ്യാറാകും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ മെമ്മറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഒരാളുടെ സ്മെല്ല് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കും. അതായത് ഇപ്പം നമ്മൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്മെല്ല് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. അവരുടെ ഡ്രസ്സിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിലും അവർ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ സെയിം പെർഫ്യൂം അടിച്ചിട്ടൊരു പേഴ്സൺ പോയാൽ പോലും നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. സ്മെല്ലിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതായത് ഒരു സ്പെഷ്യൽ പെർഫ്യൂം നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഓർമ്മ അവരിൽ കൂട്ടുകയാണ് ചെയ്യാം. അതേപോലെ ഒരു വോയിസ് ടോൺ, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു വോയിസ് ടോൺ, അത് നിങ്ങൾക്ക് മീൻസ് അവരോട് സംസാരിക്കുമ്പോൾ ആ രീതിയിലാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡയലോഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ആളെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആക്കുന്നതാണ്. അതായത് ഈ ഒരു സ്മെല്ലാണെന്നുണ്ടെങ്കിലും വോയിസ് ടോൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും അത് ആള് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഡയറക്റ്റ് ആളുടെ ബ്രെയിനിലേക്ക് കയറും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മറ്റെന്തെങ്കിലും കാണുന്ന സമയത്തൊക്കെ നിങ്ങളെയാണ് ആൾക്ക് ഓർമ്മ വരിക എന്നുള്ളതാണ്. മാത്രമല്ല മേ ബി ചാൻസ് മാത്രമാണുള്ളത്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണെങ്കിൽ ആ ഒരു സംഭവം കോപ്പി ചെയ്യാനുള്ള ചാൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളിൽ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് വാല്യൂ കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടിരിക്കുക. അപ്പോഴാണ് എപ്പോഴും അട്രാക്ഷൻ മറ്റുള്ളവർക്ക് നമ്മളോട് ഫീൽ ചെയ്യുള്ളൂ. നമ്മളെ കാണാൻ ഇങ്ങനെയും ആയിക്കോട്ടെ, നമ്മളിടുന്ന വസ്ത്രം, നമ്മളുടെ ഹെയർ സ്റ്റൈല്, നമ്മളിടുന്ന ഒരു ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ഇതിലൊക്കെയാണ് നമ്മളുടെ ഭംഗി അറിയാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല, നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മൾക്ക് തീരെ യോജിച്ചതല്ല, ഹെയർ സ്റ്റൈലൊന്നും തീരെ ഒരു വൃത്തിയിലല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാണാനൊരു ഭംഗിയും ഫീൽ ചെയ്യില്ല. പക്ഷെ ഫീൽ ചെയ്യുന്ന എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക, ആ രീതിയിൽ നമ്മുടെ ഹെയർ ഒക്കെ ഓക്കെ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കുക. അതൊക്കെയാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിലെല്ലാ കാര്യം, നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഭംഗിയാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് അത് ബാക്കിയുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കാരണമാക്കും. അതിപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ രീതിയിലാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ചേരാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടൊന്നും പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവർക്ക് അത് വല്ലാത്തൊരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ അവരൊക്കെ നമ്മളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നല്ല നല്ല ഓർമ്മകൾ വരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മിറർ ടെക്നിക്ക് നമുക്ക് ഫോളോ ചെയ്യാം. അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അത് അവരെ കുറച്ചുകൂടി നമ്മളിലേക്ക് അട്രാക്റ്റ് ആക്കും എന്നുള്ളതാണ്. അതായത് അവർ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഇപ്പം ഇടയ്ക്കൊക്കെ ഹെയർ ഇങ്ങനെ മാറ്റുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അത് നമുക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അവർ കുറച്ചുകൂടി നമ്മളിലേക്ക് അട്രാക്റ്റീവ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, ഇൻട്രസ്റ്റ് ഇതൊക്കെ കുറച്ചുകൂടി കൂടും. കുറച്ചുകൂടി ആളെ നിങ്ങളിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അഡിക്റ്റ് ആക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഇഷ്ടം കൂടുക ചെയ്യുക, അട്രാക്ഷനൊക്കെ കൂടുക ചെയ്യുക, ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ നോർമലി ആൾ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആയിട്ട് വരും. പക്ഷേ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ആളെ നമ്മളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് തളച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലാതെ മറ്റൊരു ലോകമില്ല, ഇങ്ങനൊരു ചിന്താഗതി അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആവരുത് നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യേണ്ടത്. അവർക്ക് നിങ്ങൾ വേണം, എപ്പോഴും നിങ്ങളെ കൂടെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളോടുള്ള ഇഷ്ടമൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, ആവശ്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്